നമസ്കാരം. JP ടോക്സിലേക്ക് സ്വാഗതം. സ്വാതന്ത്ര്യദിനത്തിൽ ചെങ്കോട്ടയിൽ നിന്ന് നരേന്ദ്രമോദി സംസാരിക്കുമ്പോൾ രാജ്യത്ത് സമരം ചെയ്യുന്നവരെയും ചോദ്യങ്ങൾ ചോദിക്കുന്നവരെയും നക്സൽ ചിന്താഗതിക്കാർ എന്ന് മുദ്രകുത്താനാണ് ശ്രമിച്ചത്. എന്നാൽ അതേസമയം BJP സർക്കാരിൻ്റെ കടുത്ത പിന്തുണക്കാരനായ ഒരാൾ മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി മോദിയെയും കേന്ദ്ര സർക്കാരിനെയും കടുത്ത ഭാഷയിൽ വിമർശിച്ചു എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ എവിടെ എത്തി നിൽക്കുന്നു എന്ന് ഓർക്കണം. ആരാണെന്നറിയാമോ ഈ മഹാൻ? ബാബ രാംദേവ് എന്ന് സ്വയം വിളിക്കുന്ന ലാല രാംദേവ്. രാജ്യത്തെ വിദ്യാഭ്യാസ രംഗത്തെ തകർച്ചയെക്കുറിച്ചും തൊഴിൽ തട്ടിപ്പുകളെക്കുറിച്ചും വളരെ രൂക്ഷമായ ഭാഷയിലാണ് രാംദേവ് പ്രതികരിച്ചത്. രാംദേവ് മാധ്യമങ്ങളോട് സംസാരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് കേൾക്കുകയും അവലോകനം ചെയ്യുകയും ചെയ്യാം. ചാനൽ ഇഷ്ടപ്പെടുന്ന സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. BJP സർക്കാരിൻ്റെയും നരേന്ദ്രമോദിയുടെയും ഏറ്റവും വലിയ പിന്തുണക്കാരായ ലാല രാംദേവിനെ പോലെയുള്ള ആളുകൾ പോലും ഇപ്പോൾ മോദിക്കെതിരെ പരസ്യമായി രംഗത്ത് വരുന്നത് നിങ്ങൾക്ക് ഊഹിക്കാൻ സാധിക്കുന്നുണ്ടോ? അത്രത്തോളമാണ് ഇന്നത്തെ ഇന്ത്യയിൽ കാര്യങ്ങൾ മാറിമറിഞ്ഞിരിക്കുന്നത്. മുൻപ് രാജ്യത്തെ പ്രശ്നങ്ങളെക്കുറിച്ച് ലാല രാംദേവിനോട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അയാൾ ചെയ്തിരുന്നത് ഇതാണ്. അങ്ങനെയുള്ള ആളാണ് ഇപ്പോൾ കടുത്ത വിമർശനവുമായി വന്നിരിക്കുന്നത്. രാംദേവിന് മനസ്സിലായി രാജ്യത്തെ ജനങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായിരിക്കുന്നു, മോദിക്ക് എല്ലാം കൈവിട്ടു പോവുകയാണ് എന്ന്. ഇനിയും പഴയതുപോലെ മോദിയെ പുകഴ്ത്തി പറഞ്ഞാൽ തൻ്റെ അവസ്ഥ തന്നെ അപകടത്തിലാവും എന്ന്. സംഘിക്കൂട്ടം മുഴുവൻ വലിയ ഭയപ്പാടിലാണ് എന്ന് വ്യക്തമായി തെളിയിക്കുകയാണ് ഇത്. രാജ്യത്തെ വിദ്യാഭ്യാസ രംഗത്തെ തകർച്ചയെക്കുറിച്ചും തൊഴിൽ തട്ടിപ്പുകളെക്കുറിച്ചും വളരെ രൂക്ഷമായ ഭാഷയിലാണ് രാംദേവ് മാധ്യമങ്ങൾക്ക് മുന്നിൽ പൊട്ടിത്തെറിച്ചത്. രാജ്യത്തെ സ്കൂളുകളുടെയും കോളേജുകളുടെയും പരിതാപകരമായ അവസ്ഥയെക്കുറിച്ചും സർക്കാർ ജോലികളിലെ അഴിമതിയെക്കുറിച്ചും രാംദേവ് പറയുന്നത് കേട്ടുകൊള്ളൂ. चारों तरफ देश में हंगामा है. छोटे छोटे स्कूल कॉलेजों से बच्चे निकल रहे हैं कि हमारे यहाँ टीचर नहीं है, हमारे यहाँ लाइट नहीं है, हमारे यहाँ पानी नहीं है, हमारे यहाँ शौचालय नहीं है, हमारे यहाँ टीचर है तो किताबें नहीं है, किताबें हैं तो टीचर नहीं है, और टीचर है तो पढ़ाई में नकल हो जाती है, कहीं पेपर लीक हो जाता है, और पेपर पास भी कर लिया, 10वीं 12वीं का बोर्ड एग्जाम भी दे लिया, तो 10वीं 12वीं के जो एग्जाम के मार्क्स हैं वो कहीं जुड़ते ही नहीं है. कॉम्पिटिटिव एग्जाम्स के आधार पर ही आगे यूनिवर्सिटी में सिलेक्शन होता है, और उसके बाद में फिर जो है जब कहीं नौकरी की बारी आए, खास करके गवर्नमेंट जॉब्स में इंटरव्यू के दौरान 90 से 99% घोटाला होता है. अपने विचार, अपने संस्कार, अपने संगठन, अपने ही जाति वर्ग समुदाय के लोगों को ठोक लेते हैं और बाकी को बाहर धक्का मार देते हैं. ये बहुत ही अपमानजनक है. ये लोकतंत्र के खिलाफ है, ये न्याय के भी खिलाफ है. രാജ്യത്ത് നാനാ ഭാഗത്തു നിന്നും പ്രതിഷേധങ്ങളും ബഹളങ്ങളും ഉയരുകയാണ്. ചെറിയ സ്കൂളുകളിൽ നിന്നും കോളേജുകളിൽ നിന്നും കുട്ടികൾ തെരുവിലേക്ക് ഇറങ്ങുന്നു. ഞങ്ങളുടെ സ്കൂളുകളിൽ അധ്യാപകരില്ല, വെളിച്ചമില്ല, കുടിവെള്ളമില്ല, ശൗചാലയങ്ങളില്ല എന്ന് അവർ പറയുന്നു. ചിലയിടത്ത് അധ്യാപകരുണ്ടെങ്കിൽ പുസ്തകങ്ങളില്ല, പുസ്തകങ്ങളുണ്ടെങ്കിൽ അധ്യാപകരില്ല. ഇനി അധ്യാപകരുണ്ടെങ്കിൽ തന്നെ പരീക്ഷകളിൽ കോപ്പിയടിയും ചോർച്ചയും നടക്കുന്നു. 10ാം ക്ലാസ്സിലെയും 12ാം ക്ലാസ്സിലെയും ബോർഡ് പരീക്ഷകൾ പാസ്സായാലും ആ മാർക്കുകൾക്കൊന്നും യാതൊരു വിലയുമില്ലാത്ത അവസ്ഥയാണ്. മത്സര പരീക്ഷകളുടെ അടിസ്ഥാനത്തിലാണ് സർവകലാശാലകളിൽ പ്രവേശനം ലഭിക്കുന്നത്. അതിനുശേഷം ഏതെങ്കിലും ഗവൺമെൻറ് ജോലിക്ക് ശ്രമിക്കുമ്പോൾ ഇൻ്റർവ്യൂ ഘട്ടത്തിൽ 90 മുതൽ 99% വരെ അഴിമതിയും തട്ടിപ്പുമാണ് നടക്കുന്നത്. സ്വന്തം സംഘടനയിലും ജാതിയിലും വിഭാഗത്തിലും പെട്ടവരെ മാത്രം തിരികെ കയറ്റുകയും ബാക്കിയുള്ളവരെ പുറത്തേക്ക് തള്ളുകയും ചെയ്യുന്നു. ഇത് തികച്ചും അപമാനകരമാണ്. ജനാധിപത്യത്തിനും നീതിക്കും നിരക്കാത്തതാണ്. एक तरफ हम कह रहे सत्यमेव जयते, ये तो धर्मस्ततो जये, हमने शासकीय उद्घोष बना दिए, और वहां जब किसी को इंटरव्यू की बारी आती है तो 10 में से पहले से तय करके और पैसे लेके 25-50 लाख 1-1 करोड़ रुपए की रिश्वत लेकर के फिर भर्ती करते हैं. अब ऐसे ही आंदोलन करना पड़ा तो देश कैसे चलेगा? इसलिए भाई सुधर जाओ, नहीं तो देश में आंदोलन और ज्यादा भी हो सकते हैं. आंदोलन के नाम पर मैं अराजकता, अनार्की का समर्थक नहीं हूं, लेकिन भाई ये बात तो जरूर है, देश में
घपला भी बहुत है। ये घपले ठीक कर लो, नहीं तो कोई ऐसा ना हो कि बाबा रामदेव को दोबारा आंदोलन करना पड़े। ഒരു വശത്ത് നമ്മൾ സത്യമേവ ജയതയെന്ന് പ്രഖ്യാപനങ്ങൾ നടത്തുന്നു. എന്നാൽ മറുവശത്ത് ഇന്റർവ്യൂവിന് സമയമാകുമ്പോൾ 10-ൽ ഇത്ര പേർ എന്ന് മുൻകൂട്ടി തീരുമാനിച്ച് 25 ലക്ഷവും 50 ലക്ഷവും 1 കോടിയും വരെ കൈക്കൂലി വാങ്ങിയാണ് നിയമനങ്ങൾ നടത്തുന്നത്. ഇങ്ങനെ ഓരോന്നിനും സമരം ചെയ്യേണ്ടി വന്നാൽ രാജ്യം എങ്ങനെ മുന്നോട്ട് പോകും? അതുകൊണ്ട് ഭരണാധികാരികൾ നന്നാകണം. ഇല്ലെങ്കിൽ രാജ്യത്തെ പ്രക്ഷോഭങ്ങൾ ഇനിയും ശക്തമാകും. ക്രമസമാധാന തകർച്ചയെ ഞാൻ പിന്തുണയ്ക്കുന്നില്ല. പക്ഷേ രാജ്യത്ത് വൻ തട്ടിപ്പുകൾ നടക്കുന്നുണ്ട് എന്നത് സത്യമാണ്. ഈ തട്ടിപ്പുകൾ കേന്ദ്ര സർക്കാർ തിരുത്തണം. ഇല്ലെങ്കിൽ രാംദേവിന് വീണ്ടും തെരുവിലിറങ്ങി സമരം ചെയ്യേണ്ടി വരും. ഇത് മാത്രമല്ല, രാജ്യത്തിൻ്റെ ഇന്നത്തെ അവസ്ഥയെക്കുറിച്ചും ഭരണാധികാരികൾ പരത്തുന്ന വിദ്വേഷ രാഷ്ട്രീയത്തെക്കുറിച്ചും രാംദേവ് പത്രസമ്മേളനത്തിൽ കൂടുതൽ കാര്യങ്ങൾ തുറന്നടിച്ചു. അദ്ദേഹം കൂട്ടിച്ചേർത്തത് ഇങ്ങനെയാണ്: ഈ രാജ്യം കേവലം ചില രാഷ്ട്രീയ പാർട്ടികളുടെയോ അധികാരത്തിലിരിക്കുന്നവരുടെയോ മാത്രം സ്വത്തല്ല. ചില MLA-മാരുടെയും MP-മാരുടെയും മുഖ്യമന്ത്രിമാരുടെയും പ്രധാനമന്ത്രിയുടെയോ രാഷ്ട്രപതിയുടെയോ മാത്രം സ്വന്തമല്ല ഈ രാജ്യം. 145 കോടി വരുന്ന ഭാരതീയരുടെ രാജ്യമാണിത്. ഈ രാജ്യത്തെ പ്രധാനമന്ത്രിക്കും രാഷ്ട്രപതിക്കും എത്രത്തോളം അവകാശങ്ങളും ചുമതലകളുമുണ്ടോ അത്രയും തന്നെ അവകാശങ്ങളും കടമകളും ഈ രാജ്യത്തെ ഓരോ പൗരനുമുണ്ട്. അതിനെയാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം എന്ന് വിളിക്കുന്നത്. എന്നാൽ നിർഭാഗ്യവശാൽ ഇന്ന് തെരുവുകൾ മുതൽ പാർലമെന്റ് വരെ ഭയങ്കരമായ വിദ്വേഷത്തിന്റെ അന്തരീക്ഷമാണ് നിലനിൽക്കുന്നത്. ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിൽ എത്രത്തോളം ശത്രുതയിലാണ് കഴിയുന്നതെന്ന് വെച്ചാൽ ഇന്ത്യൻ പാർലമെന്റിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നേർക്കുനേർ നിൽക്കുന്ന അവസ്ഥയാണ്. ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിൽ രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങളാകാം, എന്നാൽ അവർ പരസ്പരം ശത്രുക്കളാകാൻ പാടില്ല. ജാതിയുടെയും മതത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും പേരിൽ ആളുകൾ പരസ്പരം രക്തത്തിനായി ദാഹിക്കുന്ന തരത്തിൽ വെറുപ്പ് ഉൽപ്പാദിപ്പിക്കപ്പെടുകയാണ്. ഈ വിദ്വേഷത്തിൻ്റെ മതിലുകൾ തകർത്തെറിയേണ്ടതുണ്ട്. ഇന്നത്തെ ഇന്ത്യയിൽ രാഷ്ട്രീയാന്തരീക്ഷം എത്ര വേഗത്തിലാണ് മാറിമറിയുന്നത് എന്നതിൻ്റെ വ്യക്തമായ തെളിവാണിത്. വൻതോതിലുള്ള പരസ്യപ്രചാരണങ്ങൾ കൊണ്ടോ വൈകാരിക മുദ്രാവാക്യങ്ങൾ കൊണ്ടോ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ ഇനി സാധിക്കുകയില്ലെന്ന് ജനങ്ങൾ മോദിയെയും കൂട്ടരെയും മനസ്സിലാക്കി കൊടുത്തു. മുൻപ് മോദി എന്ത് പറഞ്ഞാലും കണ്ണടച്ച് വിശ്വസിച്ചിരുന്ന സാധാരണ ജനങ്ങൾ പോലും ഇന്ന് വസ്തുതകൾ മനസ്സിലാക്കാനും ചോദ്യങ്ങൾ ചോദിക്കാനും തുടങ്ങിയിരിക്കുന്നു. സത്യാവസ്ഥ എന്തെന്നാൽ നരേന്ദ്രമോദിയും കേന്ദ്ര സർക്കാരും വലിയ തോതിലുള്ള രാഷ്ട്രീയ പ്രതിസന്ധിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. സംഘപരിവാറിൻ്റെയും BJPയുടെയും ഉറച്ച അനുഭാവികളും വക്താക്കളുമായിരുന്ന ആളുകൾ പോലും സർക്കാരിൻ്റെ പരാജയങ്ങൾക്കെതിരെ തുറന്നടിച്ച് ശബ്ദമുയർത്താൻ തുടങ്ങിയിരിക്കുന്നു. സ്വന്തം ക്യാമ്പിൽ നിന്ന് തന്നെ ഇത്തരം രൂക്ഷ വിമർശനങ്ങൾ ഉയരുന്നത് ഭരണപക്ഷത്തിൻ്റെ അടിത്തറ ഇളകുന്നു എന്നതിൻ്റെ സൂചനയാണ്. രാജ്യത്തുടനീളം ഉയർന്നുവരുന്ന വലിയ വിദ്യാർത്ഥി യുവജന പ്രക്ഷോഭങ്ങൾക്ക് ശേഷം ഭരണകൂടത്തിൻ്റെ ഉള്ളിൽ കടുത്ത ഭയവും ആശങ്കയും നിഴലിക്കുന്നുണ്ട്. പരീക്ഷാ പേപ്പർ ചോർച്ചയിലും തൊഴിലില്ലായ്മയിലും അടുത്ത് രാജ്യത്തെ ദശലക്ഷക്കണക്കിന് യുവാക്കൾ തെരുവിലിറങ്ങിയപ്പോൾ അത് കേവലം ഒരു സമരമല്ല, മറിച്ച് തലമുറകളുടെ പ്രതിഷേധമാണെന്ന് സർക്കാരിന് ബോധ്യപ്പെട്ടു. അതുകൊണ്ടാണ് സമരം ചെയ്യുന്ന കുട്ടികളെയും ജനങ്ങളെയും ഭയപ്പെടുത്താനും നക്സൽ ചിന്താഗതിക്കാർ എന്ന് വിളിച്ച് ആക്ഷേപിക്കാനും മോദി നേരിട്ട് തന്നെ തുനിയുന്നത്. എന്നാൽ അത് ജനങ്ങളെ വീണ്ടും വീണ്ടും കൂടുതൽ മോദിക്കെതിരെ തിരിക്കുകയേ ഉള്ളൂ എന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ വിവരം മോദിക്കില്ല. ഒരു വശത്ത് കേന്ദ്രഭരണത്തിന് കീഴിൽ സർക്കാർ സ്കൂളുകൾ അടച്ചുപൂട്ടുകയും തൊഴിലില്ലായ്മയും പരീക്ഷാ ചോർച്ചയും രൂക്ഷമാവുകയും ചെയ്യുമ്പോൾ മറുവശത്ത് ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ മോദിയും കൂട്ടരും പെടാപ്പാടുപെടുകയാണ്. ചോദ്യങ്ങൾ ചോദിക്കുന്ന യുവാക്കളെയും സമരം ചെയ്യുന്നവരെയും നക്സൽ ചിന്താഗതിക്കാർ എന്ന് ആക്ഷേപിക്കുന്നതിന് പകരം ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കാനും തൊഴിൽ തട്ടിപ്പുകൾ അവസാനിപ്പിക്കാനുമാണ് വിവേകമുള്ള ഭരണാധികാരികൾ ശ്രമിക്കുക. വെറും വാചകമടികളും പ്രസംഗങ്ങളും കൊണ്ട് രാജ്യത്തെ യുവാക്കളെ കൂടുതൽ കാലം വഞ്ചിക്കാൻ കഴിയില്ല. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.